ബാലലോകം. എല്ലാ കൂട്ടുകാർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകത്തിൽ ഇന്നാദ്യം സൈബർ ലോകത്തെ ഇടപെടലുകൾ ആരോഗ്യകരമാക്കാൻ ചില ശീലങ്ങൾ പരിചയപ്പെടാം. ഇക്കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത് ശ്രീജിത്ത് KV. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങളും ഇൻ്റർനെറ്റും ഉപയോഗിക്കാറുണ്ടോ? അപ്പോൾ ഡിജിറ്റൽ വെൽബീങ്ങും ആരോഗ്യകരമായ ഓൺലൈൻ ശീലങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ്. ഒരു ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാഷേ, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആരോടും പറയരുത്, വളരെ രഹസ്യമാണ്. ആ മെസ്സേജിൽ പറയുന്നത് എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഓൺലൈൻ ലോട്ടറി അടിച്ചു. ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ല, മാഷോട് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടു, അത്ഭുതമായിരിക്കുന്നല്ലോ, ആ മെസ്സേജ് എനിക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പോൾ കുട്ടി എനിക്ക് കാണിച്ചു തന്നു. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ 5 ലക്ഷം രൂപ ലഭിക്കുന്നതിന് നിങ്ങൾ 10,000 രൂപ ഓൺലൈനായി അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻ്റർനെറ്റ് ലോട്ടറിയാണ് അവർക്ക് ലഭിക്കും. കുട്ടി വളരെ സന്തോഷത്തോടുകൂടി ഓടിച്ചാടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് അവന് കാണിച്ചു കൊടുത്തു. എനിക്കിതുപോലുള്ള പല മെസ്സേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള മെസ്സേജുകൾ മാത്രമല്ല, ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടാകും. ഇതുപോലുള്ള പലതരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ കാണാറില്ലേ? പലരും ഓൺലൈൻ രംഗത്തുള്ള തട്ടിപ്പിന് ഇരയായി. അത് സ്മാർട്ട് ഫോണിൽ ലഭിച്ച മെസ്സേജിലൂടെ മാത്രമല്ല, ചിലർക്ക് ഓൺലൈൻ ഗെയിമുകൾ കളിക്കുമ്പോഴും അവർക്ക് ഇത്തരം മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ നൽകി പാസ്വേഡ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നേടുന്ന ഒരു സൈബർ ഭീഷണിയാണിത്. അപരിചിതമായ ലിങ്കുകളോ പോപ്പപ്പ് പരസ്യങ്ങളിലോ ക്ലിക്ക് ചെയ്യരുത്. ഫോൺ, ഇമെയിൽ, SMS, സോഷ്യൽ മീഡിയ ഇവ വഴി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ, OTP, പിൻ, ഡെബിറ്റ് കാർഡ് എന്നിവ ആർക്കും നൽകരുത്. അതുപോലെ മറ്റൊരു വേർഡാണ് സ്മിഷിംഗ്. സ്മിഷിംഗ് എന്ന് പറഞ്ഞാൽ SMS ഫിഷിംഗ്, ഷോർട്ട് മെസ്സേജ് സർവീസ് ഫിഷിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ലഭിക്കും. ആ മെസ്സേജിലൂടെ നിങ്ങളുടെ അക്കൗണ്ടുകളും പാസ്വേഡുകളും അവർ നേടിയെടുക്കുന്നു. അങ്ങനെ സൈബർ ലോകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. സൈബർ പിന്തുടരൽ എന്ന് കേട്ടിട്ടുണ്ടോ? സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയും. സൈബർ ബുള്ളിയിങ്, സൈബർ ട്രോളിംഗ് എന്നിങ്ങനെ സൈബർ ലോകത്ത് ഒരുപാട് ഭീഷണികൾ നമ്മൾ നേരിടുന്നുണ്ട്. സൈബർ ബുള്ളിയിങ്, ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ആരെങ്കിലും അപകീർത്തികരമായ കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ മാനസികമായി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു, അത് പല രീതികളിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. സൈബർ ബുള്ളിയുമായി സന്ദേശങ്ങൾ കൈമാറാനോ പ്രതികരിക്കാനോ പോകരുത്. ബുള്ളിയെ ഉടൻ ബ്ലോക്ക് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ, അധ്യാപകരെ, വിശ്വസ്തരായ മുതിർന്നവരെ നിങ്ങൾ അറിയിക്കുക. എല്ലാവരും ഓൺലൈൻ ഗെയിമുകൾ കളിക്കാറുണ്ട്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും നിങ്ങൾ കൈമാറരുത്. ചില കുട്ടികളുണ്ട്, ഗെയിം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പേര്, മേൽവിലാസമൊക്കെ കൊടുക്കാറുണ്ടല്ലേ? അത് വളരെയധികം അപകടകരമായ കാര്യമാണ്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നൽകരുത്. നിങ്ങൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, പാംടോപ്പ്, ഇതിലേതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? സ്മാർട്ട് ഫോൺ ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നിരന്തരമായി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ എപ്പോഴും നിങ്ങളെ മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങാറൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? നിരന്തരമായി നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും എന്താണ്? നിങ്ങളുടെ പഠിക്കാനുള്ള ശ്രദ്ധ അത് കുറയും. അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ സർഗാത്മകമായ പല കഴിവുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ഡിജിറ്റൽ ഉപകരണത്തിൻ്റെ പിന്നാലെ പോകും. നിങ്ങൾ സ്വന്തമായി ഒന്നും ക്രിയേറ്റ് ചെയ്യാനോ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുവാനോ നിങ്ങൾ ശ്രമിക്കാതെ എപ്പോഴും നിങ്ങൾ മൊബൈലിൻ്റെ പിന്നിലൂടെ പോകും. അത് നിങ്ങളുടെ പഠനത്തെ വളരെയധികം ബാധിക്കും. ഇത് പരിഹരിക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ ഇത്തരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനെയാണ് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ആരോഗ്യകരമായ ഓൺലൈൻ ശീലങ്ങൾക്കായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയം വിലയിരുത്തണം. നിങ്ങൾ ഓരോ ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ ചെലവഴിക്കുന്നു എന്ന് പരിശോധിക്കുക. ഇതിനായി ഉപകരണങ്ങളിലെ സ്ക്രീൻ ടൈം ഫീച്ചറുകൾ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ, ഗെയിമിംഗ് എന്നിവയ്ക്കായി ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? 2 മണിക്കൂർ, ചിലർ 10 മണിക്കൂർ, ചിലർ 15 മണിക്കൂർ. അപ്പം എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാം? മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗം ബോധപൂർവം കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഡിജിറ്റൽ ഡിറ്റോക്സ്. നിങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മാനസികാരോഗ്യത്തിനും ഇത് വളരെ അത്യാവശ്യമാണ്. നോമോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ? നോ മൊബൈൽ ഫോബിയ എന്നതിൻ്റെ ചുരുക്കമാണ് നോമോഫോബിയ. മൊബൈൽ ഫോൺ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ, ഉദാഹരണത്തിന് ചാർജ് തീരുക, നെറ്റ്വർക്ക് ലഭ്യമാകാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഒരാൾക്കുണ്ടാകുന്ന അമിതമായ ഭയം, അസ്വസ്ഥത എന്നിവയൊക്കെ ഉണ്ടാകുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായി, ഫോണിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ പരിഭ്രാന്തി. തുടർച്ചയായി ഫോൺ പരിശോധിക്കാനുള്ള ഒരു പ്രവണത. ഫോണില്ലാത്തപ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നു, വയറുവേദന, ഉറക്കമില്ലായ്മ. ഫോൺ എല്ലായ്പ്പോഴും ചാർജ് ചെയ്ത് സൂക്ഷിക്കുക. ബാത്റൂമിലും കിടക്കയിലും ഉൾപ്പെടെ എവിടെ പോകുമ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഫോൺ കൊണ്ടുപോവുക. മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിനിടയിലും ഫോൺ ഉപയോഗിക്കുക. നോമോഫോബിയ നിയന്ത്രിക്കാൻ പല വഴികളുണ്ട്. ആദ്യമായി ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ ഡിറ്റോക്സ് പരിശീലിക്കുക. പിന്നെന്ത് ചെയ്യാം? ഫോൺ ഫ്രീ സോണുകൾ നിശ്ചയിക്കുക. നിങ്ങളുടെ കിടപ്പുമുറി, ഊൺമേശ എന്നിവിടങ്ങളിൽ ഫോൺ ഉപയോഗിക്കില്ലെന്ന് തീരുമാനിക്കുക. സ്ക്രീൻ ടൈമുകൾ നിയന്ത്രിച്ച് ഫോൺ ഫ്രീ സോണുകൾ ഉണ്ടാക്കി ഫോൺ ഡിസ്പ്ലേ കളറിൽ നിന്ന് മാറ്റി ഗ്രേ സ്കെയിലേക്ക് മാറ്റിയാൽ എന്താണ് ഗുണം? നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇഷ്ടം കുറയും. അപ്പോൾ ഗ്രേ സ്കെയിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ആവശ്യമില്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഇത് ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറയ്ക്കും. മൊബൈൽ ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഹോബികളിൽ, വ്യായാമത്തിൽ, പുസ്തക വായനയിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് കളിക്കാൻ പോകാം. നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ തീവ്രമാണെങ്കിൽ ഒരു കൗൺസിലറുടെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ശരീരത്തിൽ പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? കണ്ണിന് വരൾച്ച, ചൊറിച്ചിൽ, തലവേദന, കാഴ്ചമങ്ങൽ, കഴുത്തുവേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിനുമുണ്ട് പരിഹാരം. എന്താണ്? 20-20-20 നിയമം പാലിക്കുക. അതായത് ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള ഒരിടത്തേക്ക് 20 സെക്കൻഡ് നോക്കുക. അതാണ് 20-20-20 നിയമം. സ്ക്രീനിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്കത്തിൻ്റെ താളം തെറ്റിക്കുന്നു. പകൽ സമയത്തെ ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ പ്രതിരോധശേഷി കുറയൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടണം അല്ലേ? നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീനുകളും ഒഴിവാക്കുക. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാണോ? ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീനുകളും ഓഫാക്കി ഉറങ്ങാൻ തയ്യാറാവുക. ആകെ പ്രശ്നങ്ങൾ തന്നെ അല്ലേ? എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യണ്ടേ? ഡിജിറ്റൽ യുഗത്തിൽ ഇൻ്റർനെറ്റ് വെറും വിനോദത്തിനോ വിവരശേഖരണത്തിനോ ഉള്ള ഒരു ഉപാധി എന്നതിലുപരി പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ അറിവ്, കഴിവുകൾ, സാമൂഹിക ഇടപെടലുകൾ ഇവയൊക്കെ ഗുണകരമായി നമ്മളെ സ്വാധീനിക്കുന്നു. അറിവ് നേടാനും നൈപുണ്യ വികസനത്തിനും ഡിജിറ്റൽ ഉപകരണങ്ങൾ സഹായിക്കുന്നു. നിരവധി ഓൺലൈൻ കോഴ്സുകൾ പഠിക്കാൻ നമുക്ക് അവൈലബിളാണ്. പുതിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷകൾ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അതുകൂടാതെ കോഡിംഗ്, ഡിസൈൻ, പലതരത്തിലുള്ള നൈപുണ്യങ്ങൾ നേടാൻ നമ്മുടെ ഇൻ്റർനെറ്റ് സഹായിക്കുന്നു.
ആഴത്തിൽ ഗവേഷണം നടത്താനും സ്വന്തമായി പുതിയ അറിവുകൾ സൃഷ്ടിക്കാനും കഴിയും. ഡിജിറ്റൽ ചിത്രരചന, 3D മോഡലിംഗ്, ഗ്രാഫിക് ഡിസൈൻ എന്നിങ്ങനെ ഓൺലൈൻ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ ഡിജിറ്റൽ മേഖലകളിൽ നമുക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും. അതിന് നമ്മൾ എന്തു ചെയ്യണം? നമ്മളൊരു ഉപഭോക്താവല്ല, നമ്മളൊരു ക്രിയേറ്ററായി മുന്നോട്ട് വരണം. സ്കൂൾ ഇന്നൊവേഷൻ മാരത്തോൺ, ATL മാരത്തോൺ, വിദ്യാസേതു, ബിൽഡത്തോൺ ഇങ്ങനെ തുടങ്ങി നിരവധി ഓൺലൈൻ പ്രൊജക്റ്റുകൾ നിങ്ങളെ സഹായിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് പോയി നിങ്ങൾ കണ്ടെത്തുകയാണല്ലേ, നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം നിങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ പല പല അവസരങ്ങളുണ്ട് നമുക്ക്. നിങ്ങളുടെ ഓൺലൈൻ ബന്ധങ്ങൾ, ഉറക്കം, മാനസികാരോഗ്യം എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഡിജിറ്റൽ വെൽബീയിങ്ങിൻ്റെ ലക്ഷ്യം. ഡിജിറ്റൽ വെൽബീയിങ് എന്നത് ഒരു ഓഫ് ഓൺ സ്വിച്ച് അല്ല. അത് ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള പ്രക്രിയയാണ്. ശരിയായ ശീലങ്ങൾ രൂപീകരിക്കുന്നതിലൂടെ നമുക്ക് സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ നേടാനും അതേസമയം ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്? ഇപ്പോൾ കേരള പോലീസിൻ്റെ സൈബർ ഡോൺ വിഭാഗമുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സൈബർ ദോസ്ത് ഉണ്ട്. നിങ്ങൾ ഒരു സൈബർ കുറ്റകൃത്യത്തിൻ്റെ ഇരയാവുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് പരാതി നൽകാം. ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ www.cybercrime.gov.in സാമ്പത്തിക സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുമുണ്ട്. 1930 1930. സൈബർ ലോകത്തെ ഇടപെടലുകൾ ആരോഗ്യകരമാക്കാൻ ചില ശീലങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് ശ്രീജിത്ത് KV.